സ്വാഗതം എല്ലാവർക്കും. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ കേട്ടറ്റ് എക്സാം ആയി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ പിന്നെ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുന്ന സമയത്ത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലും പിന്നെ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേട്ടറ്റ് എക്സാമിന് നമ്മുടെ എക്സാം ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ഉള്ളത്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കുന്നത്. ഓക്കെ, അതായത് ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതെങ്ങനെയാണ് ഏത് രീതിയിലാണെന്നൊക്കെ. കുറച്ച് ദിവസം ഇപ്പോൾ മോഡായിട്ട് ഇവിടെ എടുക്കുന്നത് പിന്നെ കേട്ടറ്റ് കാറ്റഗറി 2-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഞാൻ 3-യുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ കാണിച്ചു തരും. ഇത് രണ്ട് മാത്രമേ എൻ്റെ കയ്യിൽ എളുപ്പമുള്ളൂ. ഓക്കെ, അപ്പോൾ 2-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ പറഞ്ഞ കൺഫ്യൂഷനാണ്. പിന്നെ നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 2 എക്സാം എത്തി കഴിഞ്ഞാൽ സയൻസ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതിലെ കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായത്. കാരണം ക്വസ്റ്റ്യൻ നമ്പറും കാര്യങ്ങളൊക്കെ ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു റെഡി. അപ്പോൾ ഇപ്പോൾ എക്സാം ഹോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മോഡായിട്ട് പറഞ്ഞത് കാറ്റഗറി 2-നെ കുറിച്ചാണ്. എല്ലാ എക്സാമിനും ഒരേപോലെ തന്നെയാണ്. അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഏത് കാറ്റഗറിയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും ഒരു പ്രശ്നം എല്ലാം സെയിം തന്നെയാണ് റെഡി. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിന് മാത്രം ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നോക്കി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. കേട്ടറ്റ് പിന്നെ ഫെബ്രുവരി 2022 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ് വർഷം ഇയറും കാര്യങ്ങളൊക്കെ വേണ്ടി ഉണ്ടാവും. ഇവിടെ നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സാധനം കാണും, ആൽഫ കോഡ് അല്ലേ. ഇതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടെ ആൽഫ കോഡ് എ എന്ന് പറഞ്ഞ സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ OMR ഷീറ്റ് നമുക്ക് ഇതേ ആൽഫ കോഡ് വരുന്നതിനാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിക്കണം. ഓക്കെ, നമുക്ക് എക്സാം കോഡ് കഴിഞ്ഞാൽ ആദ്യം തന്നെ കയറി കഴിഞ്ഞാൽ OMR ഷീറ്റാണ് തരുക. അപ്പോൾ ആ കിട്ടിയ OMR ഷീറ്റ് ഇതേപോലെ എല്ലാം ഒരേ ആൽഫ കോഡിനാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ തന്നെയാണ് തരുക, എന്നാലും തെറ്റാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. OMR ഷീറ്റിലേക്ക് നമ്മൾ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവിടെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ കാണും. OMR പാർട്ട് 1 അതുപോലെ പാർട്ട് 2 ഫില്ല് ചെയ്യണം, പാർട്ട് 3 ബബിൾ ചെയ്യണം. അങ്ങനെ 3 പാർട്ടുകളാക്കിയിട്ടാണ് അതിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, OMR ഷീറ്റിൽ. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 2-നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് അവിടെ കാണുന്നില്ല. പാർട്ട് 1 എന്ന് പറയുന്ന സാധനം പാർട്ട് 1-ൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റ് നിങ്ങൾ നോക്കുക. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി. ഓക്കെ, 30 ക്വസ്റ്റൻസ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റൻസ് 30. ക്വസ്റ്റൻ നമ്പർ 1 to 30 അല്ലെ 1 മുതൽ 30 വരെയാണ് ക്വസ്റ്റൻ നമ്പർ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റെഡി. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് മാത്തമാറ്റിക്സ് എന്ന് കാണുക. 30 ചോദ്യങ്ങളുണ്ടാവുക. 31 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിലുള്ള 30 ചോദ്യങ്ങളാണ് കൊടുത്തത്. തൊട്ട് താഴെ നമുക്ക് ജനറൽ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 30 ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അത് നോക്കി 60 ഇവിടെ 60 വരെ അവസാനിച്ച് തൊട്ട് താഴെ 61 മുതൽ എത്ര വരെ 90 വരെയുള്ള 30 ചോദ്യങ്ങളാണ് ജനറൽ സയൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 60 ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. 31 മുതൽ 90 ഇതേ നമ്പർ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൺഫ്യൂഷൻ ചിലപ്പോൾ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സാമിന് പോയി നോക്കിയാൽ നമുക്ക് പാർട്ട് 1 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തരും. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് മെയിൻ കാര്യങ്ങളിലേക്ക് വരാം. പിന്നെ നമുക്ക് തരുന്ന നോക്കിയാൽ പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ ബുക്കിൽ നമ്മൾ കയ്യിലുണ്ടാവും. അതിനുശേഷം നോക്കിയാൽ പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കൂടെ തന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടറ്റ് 2 ആണ് പോകുന്നത്. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ട് 1 എടുത്താൽ നിങ്ങളിപ്പോൾ സോഷ്യൽ സയൻസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സയൻസും മാത്സും അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ ഏത് അറ്റൻഡ് ചെയ്താലും നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റൻസും ഉണ്ടാവും. അതായത് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, സോഷ്യലിൻ്റെ ക്വസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. കാരണം നിങ്ങൾക്ക് അവർ എക്സാം എടുത്ത് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിൽ കയ്യിലുണ്ടാവും. അതായത് ഒറ്റ ബുക്ക്ലെറ്റാണ്. ഇതിൽ എല്ലാ 2 സെറ്റ് ക്വസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം കൂടെ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാം. ഞാൻ മാത്സ് പ്ലസ് ജനറൽ സയൻസ് അറ്റൻഡ് ചെയ്യണം, അല്ല സോഷ്യൽ സയൻസ് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ആ സമയത്ത് നമ്മുടെ OMR ഷീറ്റിൽ അവിടെ പ്രത്യേകം ചോദിക്കും. പാർട്ട് 1 അവിടെ ചോദിക്കും ജനറൽ സയൻസ് ആണോ അല്ല സോഷ്യൽ ആണോ എന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് അവിടെ ബബിൾ ചെയ്ത് കൊടുക്കണം, എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി മാത്തമാറ്റിക്സും ജനറൽ സയൻസും കൂടിയിട്ടാണ് 30 60 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, 60 ചോദ്യങ്ങളുണ്ടാവുക. അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് മാത്രം 60 ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെയാണ് ക്വസ്റ്റൻസിൻ്റെ ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന സൈക്കോളജിയിലെ ക്വസ്റ്റൻസ് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. സൈക്കോളജിയിലെ ക്വസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ ഇതിൽ തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സൈക്കോളജിയിലെ ക്വസ്റ്റൻ നിങ്ങൾക്കറിയാം. മലയാളം ക്വസ്റ്റൻസ് ഒരു സൈഡിലുണ്ടാവും, അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മറ്റൊരു സൈഡിലുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവുക റെഡി. അപ്പോൾ മലയാളം ക്വസ്റ്റൻ എന്തെങ്കിലും കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുന്ന ഒരു നേരെ തൊട്ടടുത്തുള്ള ഇംഗ്ലീഷ് നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ക്വസ്റ്റൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നോക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കറക്റ്റ് ആണെങ്കിൽ പൊതുവെ ആ ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്യാതിരിക്കാനാണ് പതിവ്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ ആദ്യത്തെ 30 ചോദ്യങ്ങൾ ഇതാ സൈക്കോളജി ക്വസ്റ്റൻസ് ഉണ്ടാവുക. 30 ചോദ്യങ്ങൾ എന്നാണ് സൈക്കോളജി ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക. 30 വരെയുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് സൈക്കോളജിയാണ്. ഒരു ഭാഗത്ത് മലയാളം ഉണ്ടാവും, അതിൻ്റെ ഇംഗ്ലീഷാണ് മറ്റേ ഭാഗത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഇനി നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് എത്തിയാൽ എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നോക്കി ഇതാ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റൻ 31 മുതൽ 60 വരെ ഉണ്ടാവും. അതായത് നിങ്ങൾ മാത്സ് പ്ലസ് സയൻസ് അതിലെ 60 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ OMR നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടാവും. മാത്സ് ജനറൽ സയൻസ് നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യുക 31 മുതൽ പിന്നെ 60 വരെയും തുടർന്ന് അങ്ങോട്ടുള്ള 30 ജനറൽ സയൻസ് ആണ്. അങ്ങനെ ടോട്ടൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റൻ നിങ്ങൾക്ക് OMR മാർക്ക് ചെയ്യാം. അതായത് 31 മുതൽ ഇവിടെ മാത്സാണ് തുടങ്ങുന്നത്. 31 മുതൽ മാത്സ് തുടങ്ങി കഴിഞ്ഞാൽ നേരെ പോയി മാത്സിൻ്റെ ക്വസ്റ്റൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അങ്ങനെ ഓരോ ക്വസ്റ്റൻ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ഓക്കെ 60 വരെ മാത്സ് ആണ്. ബാക്കി 61 മുതൽ ഉള്ള അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ജനറൽ സയൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, 61 മുതൽ അടുത്ത ക്വസ്റ്റൻസ് ജനറൽ സയൻസ് ആണ്. അത് എത്ര ഉണ്ടാവും, അത് 30 എന്ന് പറഞ്ഞാൽ 90 വരെയുള്ള ചോദ്യങ്ങൾ എന്തായിരിക്കും ജനറൽ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് സാധാരണ ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് മാത്സ് അല്ലെങ്കിൽ സയൻസ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ മാത്സ് പ്ലസ് സയൻസ് ഒരുമിച്ചാണ് അങ്ങനെ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ അതല്ല നിങ്ങൾ സോഷ്യലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ വന്നിരുതാ ആ മാത്സും സയൻസും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നേരെ മറിച്ചിട്ട് സോഷ്യൽ സയൻസിലുള്ള ഭാഗത്തേക്ക് വരിക. ഇവിടെയും ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയാണ് നോക്കി നിങ്ങൾ ശരിക്കും നോക്കിയതാ. ഇതാ 31 തന്നെയാണ് ക്വസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ മാത്സ് 31 തുടങ്ങിയത്. അങ്ങനെ 60 വരെ പിന്നെ മാത്സും ബാക്കി 61 മുതൽ 90 വരെ സയൻസ് ആയിരുന്നു. എന്നാൽ ഇവിടെ എങ്ങനെയാണ് 31 സോഷ്യൽ തുടങ്ങി കഴിഞ്ഞാൽ നേരെ പോയി എത്ര വരെ നേരെ 90ാമത്തെ ക്വസ്റ്റൻ വരെയും എന്തിനായിരിക്കും സയൻസ് തന്നെ ഉണ്ടാവുക. കണ്ടില്ല, 87
ഇതാ 88, 89, 90 വരെയുള്ള ചോദ്യങ്ങളും ഏതെങ്കിലും സയൻസിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബുക്ക്ലെറ്റിൽ മാത്സിലെ സയൻസിന് ക്വസ്റ്റൻ ഉണ്ടാവും, പ്ലസ് സോഷ്യൽ സയൻസ് ഉണ്ടാവും. അതിന് നമ്മൾ ഏതാണോ ഓപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ക്വസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി. അതിന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് സെലക്ട് ചെയ്യാം. OMR മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ മാറ്റാൻ കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് OMR ബബിൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി പാർട്ട് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റും. അപ്പോൾ ഏകദേശം ഇത് തുടങ്ങി പകുതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അടുത്ത പാർട്ടിൻ്റെ ക്വസ്റ്റൻ പേപ്പർ കൊണ്ടുതരും. എല്ലാ സെൻറ്ററിലും ഒരുമിച്ച് കൊണ്ടുതരാറില്ല, ഓരോ പാർട്ടായിട്ടാണ് വരാറുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പാർട്ട് 2ലേക്ക് പോകുന്നു. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, മാറിപ്പോയാലും സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പാർട്ട് 2 നിങ്ങൾ നോക്കിയാൽ 2 കാര്യങ്ങൾ ഇവിടെ ക്വസ്റ്റൻസ്. ഒന്ന് മലയാളം ക്വസ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് 30 ചോദ്യങ്ങളുള്ളത് 91 മുതൽ 120 വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിൽ നിന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ നോക്കിയാൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് അത് 30 തന്നെയാണ്. 91 മുതൽ 120 വരെ തന്നെ, രണ്ടും ഒരേ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പാർട്ട് 2ൽ ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് മാത്രമേ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ഫോട്ടോയുടെ തൊട്ട് സൈഡിൽ മുകൾ ഭാഗത്ത് പാർട്ട് 1 നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഹോൾ ടിക്കറ്റിലുണ്ട്. ഓക്കെ, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതിൽ ഏതോ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ പാർട്ട് 1 അല്ല, പാർട്ട് 2. ഓക്കെ, അതുപോലെ പാർട്ട് 3 നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ കൃത്യമായിട്ട് കാണിക്കും. ആ ലാംഗ്വേജ് തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ OMR ബബിൾ ചെയ്യാനും ഉണ്ട്. ഓക്കെ, ബബിൾ ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ പാർട്ട് 2ൽ നിങ്ങളിപ്പോൾ മലയാളമാണ് നിങ്ങൾ അതിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ മലയാളത്തെ 30 ചോദ്യം 91 മുതൽ ചോദ്യം നോക്കിയാൽ 91 മുതൽ 120 വരെയുള്ള 30 ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നിങ്ങൾ പകരം മലയാളമല്ല, പകരം ഇംഗ്ലീഷാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് പേജ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട, നേരെ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലേക്ക് നേരെ മറിച്ച് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നോക്കി ഏതാ ഇംഗ്ലീഷിലെ ക്വസ്റ്റൻസ് 91 മുതൽ വീണ്ടും അതേ നമ്പറാണ് 91 മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ചെയ്തിട്ടുള്ളത് അതന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. പറഞ്ഞു ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ മലയാളമാണ് അവിടെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കി കൃത്യമായിട്ട് കാണിക്കും, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഇനി ഞാൻ ഈ ക്വസ്റ്റൻ അയച്ചെന്ന ഫ്രണ്ട് എന്ന് പറയുന്നത് അവൾ കേട്ടിട്ട് കാറ്റഗറി 2 ഒക്കെ പാസ്സായതാണ്. 3 കഴിഞ്ഞ വർഷം ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി, പക്ഷേ കിട്ടിയില്ല. കാരണം അവർ മിസ്റ്റേക്ക് പറഞ്ഞുതരാം നിങ്ങളോട്. ഇതേപോലെ തന്നെ അതിലും ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്യാനുണ്ട്. അവിടെ മെയിൻ ലാംഗ്വേജ് മലയാളമായിരുന്നു. ഓക്കെ, അതായത് ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളമാണ്. ആ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളം ആയതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അറിയോ? ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളം എന്നുള്ളതിൻ്റെ പകരം അവിടെ ശ്രദ്ധിക്കാതെ പോയി. അവൾ അന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തത് ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളവും മറ്റേ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നത്, അതായത് പാർട്ട് 2ൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്. അതിന് മലയാളം ഇംഗ്ലീഷാണുള്ളത്. അവൾ ഇംഗ്ലീഷാണ് അതിൽ അതാണ് ഓപ്റ്റ് ചെയ്തത്. അവൾ ഇംഗ്ലീഷ് നോക്കാൻ വേണ്ടി 30 ക്വസ്റ്റൻസ് അല്ലേ, അത് നോക്കാൻ വേണ്ടി ഇംഗ്ലീഷാണ് ഓപ്ഷൻ മറ്റേ പാർട്ട് 2 ലാംഗ്വേജ് സെലക്ട് ചെയ്തത്. പക്ഷേ അറിയാതെ അശ്രദ്ധ മൂലം എന്ത് ചെയ്തു? പാർട്ട് 1 അതായത് പാർട്ട് 2 ലാംഗ്വേജ് നേരെ പോയി മലയാളം ബബിൾ ചെയ്തു. അതുപോലെ ഓപ്ഷണൽ സബ്ജക്റ്റ് അറിയാതെ ഇംഗ്ലീഷ് ആയി നേരെ തിരിച്ചു. എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. പിന്നെ പ്രൊഫഷണൽ കീ ഒക്കെ വന്ന സമയത്ത് നോക്കുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്ന പ്രതീക്ഷ, പക്ഷേ റിസൾട്ട് വന്നില്ല. പിന്നീടാണ് കാര്യം മനസ്സിലായത്. ഓക്കെ, എന്താണ് നേരെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നിങ്ങളും അതുപോലെ ഈ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിലും ഈ ലാംഗ്വേജും കാര്യങ്ങളൊന്നും മാറാൻ പാടില്ല. നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ കൊടുക്കണം, അല്ലെങ്കിൽ വാല്യൂഷൻ നടക്കില്ല, നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. റെഡി? കൃത്യമായിട്ട് മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, പാർട്ട് 2 നിങ്ങൾ ഏത് ലാംഗ്വേജാണ് കൊടുത്തത് ആ ലാംഗ്വേജിൻ്റെ ക്വസ്റ്റൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതാണ് പാർട്ട് 3. പാർട്ട് 3 ക്വസ്റ്റൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക. ഇവിടെയും അതേപോലെ തന്നെ ലാംഗ്വേജ് തന്നെയാണുള്ളത്. നിങ്ങൾക്കറിയാലോ അല്ലേ? മലയാളം ഇംഗ്ലീഷ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പാർട്ട് 2 ലാംഗ്വേജ് മലയാളമാണ് ഓപ്റ്റ് ചെയ്തെങ്കിൽ പാർട്ട് 3 എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം രണ്ടും ഒരേ ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരിക്കലും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി പാർട്ട് 2 നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്തെങ്കിൽ പാർട്ട് 3 ഉറപ്പായിട്ടും ഏതായിരിക്കും മലയാളം തന്നെയാണ് ഉണ്ടാവുക. ഇതിനും അതേപോലെ തന്നെ 30 ചോദ്യങ്ങൾ ഞാൻ രണ്ടുള്ളത് 30 വീതം തന്നെയാണ്. 121 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളാണ് മലയാളം. അതേപോലെ 121 മുതൽ 150 വരെ തന്നെ അതേ നമ്പറിൽ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്തത് അത് നിങ്ങൾ ഹോൾ ടിക്കറ്റിലുണ്ട്. ഓക്കെ, ഹോൾ ടിക്കറ്റിൽ നേരെ ഈ ടോപ്പ് ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗത്തുണ്ടാവും ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് അതുപോലെ നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പോയതെല്ലാം വേസ്റ്റ് ആയിരിക്കും. അതായത് വേസ്റ്റ് മീൻസ് നമുക്ക് എന്താണ് വാല്യൂഷൻ നടക്കില്ല, നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, എല്ലാം ഇൻവാലിഡ് ആവും. അവിടെ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാറ്ററ്റ് എക്സാമിൻ്റെ കാറ്റഗറി 2ൻ്റെ ക്വസ്റ്റൻസ് വരും. കാറ്റഗറി 1 ഇതേപോലെ തന്നെയാണ്, ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആവുന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ സോഷ്യൽ അതുപോലെ സയൻസ് മാത്സ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന കാര്യം ക്ലിയർ ആയി വിചാരിക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. ഏതാണോ നിങ്ങൾക്ക് കുറച്ച് താല്പര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റും ഉറപ്പുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യാറ് സോഷ്യൽ സെലക്ട് ചെയ്യാനാണ്. അതായത് അത്യാവശ്യം PSC ഒക്കെ പഠിച്ച് ശീലമുള്ള ഒരാളാണെങ്കിൽ അവർ സോഷ്യൽ സെലക്ട് ചെയ്തു എന്നാണ് ഞാൻ പൊതുവെ പറയാറുള്ളത്. അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല SR ടെക്സ്റ്റ് ബുക്കിലത്തെ അത്യാവശ്യം 10 വരെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് സോഷ്യലാണ് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. മാത്സ് ചെയ്യാൻ പറ്റും. മാത്സ് ഒക്കെ തറവായി, കാരണം ഈ സയൻസ് എടുത്തവർക്ക് എല്ലാവർക്കും മാത്സ് കൃത്യമായിട്ട് അറിയുന്നില്ല. അപ്പോൾ മാത്സ് നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ അവർക്ക് ബാക്കി സയൻസും കിട്ടുകയും ചെയ്യും, മാത്സ് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മാത്രം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, കമൻറ്റായിട്ട് ചോദിക്കാം. ഞാൻ ക്ലിയർ ചെയ്യും. ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാൻ കാരണം ആദ്യമായിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൺഫ്യൂഷൻ, ഇതൊക്കെ എങ്ങനെയാണ് എന്താ ഇത് പരിപാടി. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരും. ഇതെല്ലാം മാറിപ്പോകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുത്ത് അവിടെ കാണും, നിങ്ങൾ പാർട്ട് 1 ലാംഗ്വേജ് ഏതാണ്, പാർട്ട് 2 ഏതാണ്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റൻ എടുക്കുമ്പോൾ ഇവിടെ നോക്കുക, ഞാനിപ്പോൾ എടുത്തത് ഏതാണ്, പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3 ആണെങ്കിൽ OMRലും അതുപോലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോളങ്ങളുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യും. ഓക്കെ, പറഞ്ഞ മനസ്സിലാവുന്നല്ലോ. ഈ കാര്യം ഞാൻ ഈ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു തെറ്റും വരുത്താൻ പാടില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത് 2 തരത്തിലാണ്. ഒന്ന്, ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന് മുന്നേ എഴുതിയവരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാം, കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, OMR ഡിസ്കഷൻ വേണമെങ്കിൽ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.